ഹായ് എല്ലാവർക്കും പോളിടെക്നിക്കൽ ലീഡ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ തൊട്ട് നിങ്ങൾ റെഗുലർ അഡ്മിഷന് വേണ്ടി പോകുന്നുണ്ടായിരിക്കും കോളേജിൽ. അപ്പോൾ അഡ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ രേഖകളാണ് വേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലെ പോളിടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ റെഗുലർ അഡ്മിഷന് ആവശ്യമായിട്ടുള്ള രേഖകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നോക്കുക. ഈ രേഖകളെല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ പിടിക്കുക. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രേഖകൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ടൈം തരും, പക്ഷേ ചില കോളേജുകൾ ചിലപ്പോൾ തന്നൊന്നും വരില്ല. അപ്പോൾ നിങ്ങളെന്തായാലും രേഖകളെല്ലാം നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കറക്റ്റായിട്ട് കൊണ്ടുപോയെന്ന് അപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ പരിപാടികളും ഈസി ആയിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ രേഖകളെന്ന്. അപ്പോൾ ആദ്യത്തേന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ ഇക്വിവാലൻറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ SSLCയുടെ മെയിൻ SSLCയുടെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്മിഷനും കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. പിന്നെ നമ്മുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, ആധാർ കാർഡ് ഉണ്ടായിരിക്കും. അതിൽ ഈ പറയുന്ന ഇൻകം സർട്ടിഫിക്കറ്റും കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ ആ ഒരു റിസർവേഷൻ കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും കയ്യിൽ പിടിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി എല്ലാവരും കയ്യിൽ പിടിച്ചോ. കാരണം ഒരു പേപ്പറിൻ്റെ ഒരു കനല്ലേ ഉണ്ടായിരിക്കും. കാരണം പിന്നെ നമുക്കത് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ദൂരത്തൊക്കെ പോയി വരുന്ന ആളുകളാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ ഒറിജിനലും അതുപോലെ തന്നെ അതിൻ്റെ കോപ്പികളും നിങ്ങൾ കയ്യിൽ പിടിക്കാം. ഓക്കെ. പിന്നെ വേണ്ട സർട്ടിഫിക്കറ്റുകൾ പറയുന്നത് TC ആൻഡ് CC, അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ്. ആ ഒരു EWS കാറ്റഗറി കൊടുത്ത ആളുകളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് എന്തായാലും കയ്യിൽ പിടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തൊരു ഫോം നിങ്ങൾ അക്ഷയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ പിടിക്കുക. അതുപോലെ ആ ഫോമും കയ്യിൽ പിടിക്കുക. പിന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു കോപ്പിയും കയ്യിൽ പിടിക്കുക. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും കോപ്പിയും നിങ്ങൾ എടുത്തു വെച്ചോളൂ. കാരണം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പലതും അവിടെ അഡ്മിഷൻ്റെ സമയത്ത് തന്നെ വാങ്ങി വയ്ക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരും കോളേജിൽ നിന്ന്. പക്ഷേ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങി വയ്ക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യമായിട്ടുള്ള ഫീസുകൾ, അതിപ്പോൾ ഗവൺമെൻറ് കോളേജുകളും സെൽഫ് ഫിനാൻസ് കോളേജുകളും അതുപോലെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലും ഫീസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു നമ്മൾ ഫീസ് ഡീറ്റെയിൽസ് മുഴുവനായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി. എത്ര ഫീസ് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾ നോക്കാം. അതുപോലെ തന്നെ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം ഒറിജിനലും അതുപോലെ തന്നെ കോപ്പിയും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഓക്കെ, എല്ലാവരും നാളെ പോയിട്ട് അഡ്മിഷനും കാര്യങ്ങളെല്ലാം എടുക്കുക. കറക്റ്റായിട്ടുള്ള ഇപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകളാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഫീസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിക്കുക. ടോട്ടൽ ബസ് ഫീ ഉണ്ടെങ്കിൽ ബസ് ഫീ, ഹോസ്റ്റൽ ഫീസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ പഠിക്കാനുള്ള ഫീസിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഒന്നുകൂടെ ചോദിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമ്മുടെ ഇതുപോലുള്ള വീഡിയോസായി നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം.